أشهد أن لا إله إلا الله. ഇസ്ലാം സമാധാനത്തിന്റെയും സമർപ്പണത്തിന്റെയും മതം. ഇസ്ലാമിനെക്കുറിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ദൃശ്യവിരുന്ന്. സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. ഇസ്ലാമിനെക്കുറിച്ച് സംശയങ്ങൾക്ക് മറുപടി, വിമർശനങ്ങളെക്കുറിച്ച് വിശദമായ പരിശോധന, ഇസ്ലാമിനെ കൃത്യവും വ്യക്തവുമായി പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള സമ്പൂർണ്ണ സംരംഭം. സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. അന്ധവിശ്വാസാചാരങ്ങളുടെ പടുകുഴിയിൽ നിന്ന് കേരള മുസ്ലിങ്ങളെ കൈപിടിച്ചുയർത്തിയ മുജാഹിദ് പ്രസ്ഥാനം. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിനും തെറ്റിദ്ധാരണകൾ നീക്കുന്നതിനും വേണ്ടി ISM സംഘടിപ്പിക്കുന്ന ഒരു പുതിയ സംരംഭം. സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادل. السلام عليكم ورحمة الله. الحمد لله الذي خلق فسوى والذي قدر فهدى. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യനായ അധ്യക്ഷൻ, ആദരണീയരായ നേതാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, നാട്ടുകാരെ, കാരുണ്യവാനായ പടച്ചതമ്പുരാന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇസ്ലാമിനെ കൃത്യവും വ്യക്തവുമായി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ISMന്റെ തീവ്ര പരിശ്രമത്തിന്റെ പരിണത ഫലമായ സാൽവേഷൻ അതിന്റെ 8ാമത്തെ ദിവസവും പൂർത്തീകരിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഈ സന്ദർഭത്തിൽ സാൽവേഷന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രദർശനങ്ങളോടൊപ്പം തന്നെ ഇസ്ലാമിന് സമൂഹവുമായി ബന്ധപ്പെടുന്ന വിവിധ വിഷയങ്ങളിൽ പറയാനുള്ള കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനു വേണ്ടി 40ഓളം സെഷനുകളിലായി ഇവിടെ വിവിധ പരിപാടികൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 8ാമത്തെ ദിവസമായ ഇന്ന് യുവജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധുനിക സമൂഹത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ യുവാക്കൾക്ക് നിർവഹിക്കാനുള്ള ദൗത്യമെന്താണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള ഒരു സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് സംസാരിക്കാനുള്ളത് ബഹുമാന്യ സഹോദരൻ KM ഷാജി സാഹിബ് പറഞ്ഞു നിർത്തിയിടത്തു നിന്നാണ്. മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു ബാധ്യത ഞങ്ങൾ മുസ്ലിങ്ങളല്ല, മറിച്ച് നിങ്ങൾ പഠിക്കേണ്ടുന്ന, നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഇസ്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകലെയാണ് എന്ന് തുറന്നു പറയേണ്ടുന്ന പരിതാപകരമായ ഒരവസ്ഥയിലാണ് ലോക മുസ്ലിങ്ങൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായ തിന്മകളും അധാർമികതകളും ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് ഇന്നൊരു അജണ്ടയില്ല എന്നതാണ്. ഞങ്ങൾ സ്വീകരിക്കേണ്ടുന്ന നിലപാടുകൾ ഏതാണ് എന്ന കാര്യത്തിൽ, ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ നിർവഹിക്കാനുള്ള ദൗത്യം ഏതാണ് എന്ന വിഷയത്തിൽ, ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ പരിഹരിക്കേണ്ടുന്ന പ്രശ്നങ്ങൾ ഏതാണ് എന്ന് തിരിച്ചറിയുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു പോയിരിക്കുന്നു ആധുനിക യുവത്വം എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തിന്മകൾ അതിൻ്റെ സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഒരു ഭാഗത്ത് മദ്യത്തിന് മാന്യത ലഭിക്കുന്നു, മറ്റൊരു ഭാഗത്ത് വ്യഭിചാരവും കലാപങ്ങളും കൊള്ളിവെപ്പുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സമാധാനത്തിന്റെയും ശാന്തിയുടെയും സുന്ദര മന്ത്രമായി കടന്നു വന്നിരുന്ന മതത്തിന്റെ സുന്ദരമായ ആശയങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെട്ട പോലെ വർഗീയതയുടെയും വിധ്വംസക പ്രവർത്തനങ്ങളുടെയും പ്രതിരൂപങ്ങളായി സമൂഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ പരിവർത്തനത്തിന്റെ ശബ്ദം ഉയർത്തിപ്പിടിക്കേണ്ടത് യുവജന സംഘടനകളാണ്. ലോകത്തിന്റെ ചരിത്രം നമുക്കറിയാം. ടിയാനൻമെൻ സ്ക്വയറിലെ സമരം മുതൽ ലോകത്ത് നടന്ന ഒട്ടനവധി വിപ്ലവ പ്രവർത്തനങ്ങൾ ഒരുപാട് യുവാക്കളുടെ കർമ്മശേഷി അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ചെറുപ്പക്കാരുടെ ചുടുനിണം അതിനുവേണ്ടി ഒഴുക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ആധുനിക യുവത തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. ബുദ്ധിപരമായ അടിമത്തത്തിന് വിധേയമായിക്കൊണ്ട് തങ്ങൾ എന്ത് ചിന്തിക്കണമെന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന, തങ്ങൾ എന്ത് സ്വപ്നം കാണണമെന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന, തങ്ങൾ എന്ത് കുടിക്കണമെന്ന്, തങ്ങൾ എന്ത് കഴിക്കണമെന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന, സ്വന്തത്തെ തന്നെ വിറ്റിട്ടുള്ള, ജീവിതത്തിന്റെ ലക്ഷ്യവും ജീവിതത്തിന്റെ അർത്ഥവും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു സമൂഹം. ഇവിടെയാണ് ISM എന്ന യുവജന പ്രസ്ഥാനത്തിന് പ്രസക്തിയുള്ളതും. ഈ സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായ ഒരു അജണ്ട രൂപപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വിനയത്തോടുകൂടി ഞങ്ങൾ പറയട്ടെ, ഈ സാൽവേഷൻ അൽഹംദുലില്ലാ ലോകത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന്റെ വിജയം, ഇതിന് ലഭിക്കുന്ന അംഗീകാരം ഞങ്ങളെ വിനയാന്വിതരാക്കി തീർക്കുന്നു. നാഥ, നിനക്ക് സ്തുതി. ഈ ലോക സമൂഹം ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം തെറ്റിദ്ധരിച്ച ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശത്തെ തച്ചുകെടുത്താൻ തെറ്റിദ്ധരിച്ച ആളുകളും തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒഴിഞ്ഞ മടിശീലയുമായി, കാലിയായ കൈകളുമായി, ഹൃദയത്തിലേറ്റിയിരിക്കുന്ന റബ്ബിലുള്ള ഈമാൻ മാത്രം കൈമുതലാക്കിക്കൊണ്ട് ഒരു കൊച്ചു സംഘം കടന്നു വന്നതിന്റെ പരിണത ഫലമാകുന്നു സാൽവേഷൻ എന്ന ഈ അതിമഹത്തായ സംഭവം. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ബഹുമാന്യനായ KM ഷാജി സാഹിബ് സൂചിപ്പിച്ച പോലെ ഏറ്റവും അനിവാര്യമായിരിക്കുന്നത് ഒരു തിരിച്ചറിവാണ്. ഇവിടെ സമൂഹത്തെ നന്നാക്കാനും സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ടി കടന്നു വരുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്, സംഘടനകളുണ്ട്. പക്ഷേ പലപ്പോഴും രോഗമറിയാതെ ചികിത്സിക്കുന്നവരാണ് അവരെന്നതാകുന്നു ഏറ്റവും വലിയ യാഥാർത്ഥ്യം. മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ ഉണ്ടാക്കി തീർത്ത മാറ്റത്തിന്റെ ഏറ്റവും വലിയ കാരണം രോഗത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, രോഗലക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ചികിത്സയാണ് ഈ പ്രസ്ഥാനം ഏത് കാലഘട്ടത്തിലും നിർവഹിച്ചിട്ടുള്ളത് എന്നതാണ്. മനുഷ്യ സമൂഹത്തിന്റെ വിജയത്തിന് വേണ്ടി പടച്ചതമ്പുരാൻ അവതരിപ്പിച്ച സുന്ദരമായ സന്ദേശമായി ഇസ്ലാം ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ മരണം വരെയുള്ള തന്റെ ജീവിതത്തിലെ ബന്ധങ്ങളുടെ, ഇടപാടുകളുടെ, ബാധ്യതകളുടെ, വിനിമയങ്ങളുടെ, ക്രയവിക്രയങ്ങളുടെ മുഴുവൻ മേഖലകളിലും ഏതു മാർഗം സ്വീകരിക്കണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഇസ്ലാമിക സന്ദേശം തന്റെ ചുറ്റുപാടുകളിലും നടക്കുന്ന തിന്മകളോട് ഒരു നിലക്കും തന്നെ യോജിച്ചു പോകാൻ തയ്യാറാകാതെ ഒഴുക്കിനെതിരെ നീന്താൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന സുവ്യക്തമായൊരു വിശ്വാസം, ജീവിതത്തിൽ കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളും ഏതൊരു സൃഷ്ടാവ് നൽകിയോ ആ നാഥനോട് നന്ദിയുള്ള, ആ നാഥന്റെ മുമ്പിൽ ജീവിതത്തെ സമർപ്പിക്കുന്ന, ആ നാഥന്റെ മുമ്പിൽ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് മനസ്സിന്റെ സ്വസ്ഥതയും സമാധാനവും കണ്ടെത്തുന്ന ഒരു മുസ്ലിമിനെ സമർപ്പിച്ചവനെ, ശാന്തി ഹൃദയത്തിൽ ആവാഹിച്ചവനെ സൃഷ്ടിച്ചെടുക്കുന്ന പ്രവർത്തനം അതായിരുന്നു മഹാന്മാരായ പ്രവാചകന്മാർ നിർവഹിച്ചത്. അധർമ്മങ്ങൾ കൊടികുത്തി വാണ സമൂഹത്തിലേക്ക് അവർ കടന്നു വന്നു. സ്വന്തം സഹോദരനെ കൊല ചെയ്തിട്ട് മരണപ്പെട്ട സഹോദരന്റെ മൃതദേഹം എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ മിഴിച്ചു നിന്നിരുന്ന കൊല നടത്തിയ സഹോദരൻ കൊലപാതകം ലോകത്തുണ്ടായി തീർന്നു. സ്വവർഗരതി എന്ന പുരുഷനും തമ്മിലുള്ള മ്ലേച്ഛമായ ലൈംഗിക തിന്മ വളർന്നു വരികയും ആ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന, മനുഷ്യരൂപത്തിൽ കടന്നു വന്ന മലക്കുകളെപ്പോലും ആ കാര്യത്തിന് വേണ്ടി വിട്ടുതരാൻ ലൂത്ത് അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെട്ട ഒരു ജനത, സ്വവർഗരതി കടിമപ്പെട്ടിരുന്ന ജനത, അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തുക പോലെയുള്ള വിപണന രംഗത്തെ തിന്മകൾ ചെയ്തുകൊണ്ടിരുന്ന ജനത, മരണപ്പെട്ടാൽ മുന്തിരിവള്ളിക്കു താഴെ മറവ് ചെയ്യണമെന്ന് കവിത എഴുതാൻ മാത്രം മദ്യാസക്തരായിരുന്ന ജനത, വാർദ്ധക്യത്തിന്റെ ചിഹ്നങ്ങൾ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന, പല്ലുകൊഴിഞ്ഞ മുഖം ചുളിയുന്ന കാലഘട്ടത്തിലെത്തിയ സ്ത്രീകളെപ്പോലും വ്യഭിചരിക്കാൻ തയ്യാറായിരുന്ന ഒരു ജനത, അത്തരം സമൂഹങ്ങളിലേക്കാണ് പ്രവാചകന്മാർ കടന്നു വന്നത്. പരിവർത്തനത്തിന്റെ മറുമരുന്നുമായിക്കൊണ്ട്, പ്രശ്നപരിഹാരത്തിന്റെ സുന്ദരമായ ആശയവുമായിക്കൊണ്ട്
ഈ രാജ്യത്ത് വർഗീയതയുണ്ട്, ഈ രാജ്യത്ത് മദ്യപാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ രാജ്യത്ത് വ്യഭിചാരങ്ങളും കലാപങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ രാജ്യത്ത് അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്ന ആളുകൾ നടത്തുന്ന ചൂഷണത്തിന്റെയും സ്വജനപക്ഷപാതിത്വത്തിന്റെയും രൂക്ഷഗന്ധം വോട്ടർമാരുടെ മൂക്കുകളിലേക്ക് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. പരിഹാരം അനിവാര്യമാണ്. പക്ഷേ എങ്ങനെ സാധ്യമായി തീരും? മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വഴിമുടക്കിക്കൊണ്ടുള്ള റോഡ് ഉപരോധത്തിലൂടെ മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമായി തീരുമോ? പാവപ്പെട്ടവന്റെ കൊണ്ടുപോകുന്ന രോഗിയെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ തടഞ്ഞു വെക്കുന്ന പ്രകടനങ്ങളിലൂടെ മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധ്യമായി തീരുമോ? വർണ്ണങ്ങളുള്ള കൊടികൾ കെട്ടിക്കൊണ്ട് ഘോഷയാത്രകൾ നടത്തിയതുകൊണ്ട് മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? ആത്യന്തികമായ പ്രശ്ന പരിഹാരത്തിന്റെ ഉപാധി എന്താണ്? അത് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രമുണ്ട്. അധർമ്മം കൊടികുത്തിവാണ സമൂഹങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് നിസ്സാരമായൊരു കാലഘട്ടം കൊണ്ട് അവരുടെ വിശ്വാസത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് എല്ലാം നൽകിയ നാഥന്റെ മുമ്പിൽ ജീവിതം സമർപ്പിക്കുന്ന, നിശയുടെ നിശാന്തതയിൽ ആരും കാണാത്ത സന്ദർഭത്തിൽ പോലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരയുന്ന കണ്ണുകളോടെ വിങ്ങിപ്പൊട്ടുന്ന മനസ്സോടെ ലോകനാഥന്റെ മുമ്പിൽ ജീവിതത്തെ സമർപ്പിച്ച ഒരു ജനതയുടെ ചരിത്രം. പ്രഭാത നമസ്കാരം കഴിഞ്ഞുകൊണ്ട് മക്കൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ തന്നെ വീട്ടിലേക്ക് ഓടുന്ന പ്രവാചകന്റെ അനുയായികളുടെ ചരിത്രം. അയൽക്കാരന്റെ ഈത്തപ്പഴം തന്റെ പറമ്പിലേക്ക് വീണാൽ അത് മക്കൾ എടുത്തു ഭക്ഷിക്കുമെന്ന് ഭയപ്പെടുന്ന സൂക്ഷ്മതയുടെ പ്രതിരൂപങ്ങൾ. കൂമ്പാരമാക്കി വെച്ച ഈത്തപ്പഴത്തിൽ നിന്ന് പിഞ്ചു പേരക്കുട്ടി ഒന്നെടുത്ത് കഴിച്ചപ്പോൾ ആ പിഞ്ചു കുഞ്ഞിന്റെ തൊണ്ടയിലേക്ക് വിരലിട്ടുകൊണ്ട് മോനെ തുപ്പിക്കളയൂ എന്ന് പറയാൻ മാത്രം സൂക്ഷ്മത പാലിക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ ഹൃദയം. യുദ്ധഭൂമിയിൽ തടവുകാരനായി പിടിക്കപ്പെടുന്ന സന്ദർഭത്തിൽ പോലും തടവുകാരന്റെ പക്കൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ സുന്ദരിയായ തരുണിയെ കൂടെ പാർപ്പിച്ചിട്ട് പ്രഭാതത്തിൽ പ്രതീക്ഷയോടുകൂടി അവളുടെ സമീപത്ത് ചെന്നുകൊണ്ട് എന്തൊക്കെ രഹസ്യം കിട്ടി എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഇന്നലെ രാത്രി ചിലവഴിച്ചത് ഒരു മനുഷ്യന്റെ കൂടെയല്ല, വികാരങ്ങളില്ലാത്ത ഒരു ശിലയുടെ കൂടെയായിരുന്നു എന്ന് ആ മുശ്രിക്കായ സ്ത്രീ മറുപടി പറയത്തക്ക വിധത്തിൽ ജീവിതത്തിന്റെ ഏകാന്തതയിലും സൂക്ഷ്മത പാലിച്ച ഒരു ജനതയുടെ ചരിത്രം. എങ്ങനെ അതുണ്ടായിത്തീർന്നു? ലോകം നന്നാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, ലോകം ഒന്നാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, തിന്മകൾ വിഭാടനം ചെയ്യപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. യുവസമൂഹമേ, പ്രശ്നത്തിന്റെ പരിഹാരം എന്താണ്? ഇവിടെയാണ് ISMന് ചില കാര്യങ്ങൾ പറയാനുള്ളത്. ആ സന്ദേശമാണ് ഇവിടുത്തെ ഫ്ലക്സ് ചാർട്ടുകളിലൂടെ, വർക്കിംഗ് സ്റ്റിൽ മോഡലുകളിലൂടെ, ഇവിടുത്തെ ദൃശ്യങ്ങളിലൂടെ നിങ്ങൾ കണ്ടിരിക്കുന്നത്. അഴിമതിക്കെതിരെയുള്ള ശബ്ദം, വ്യഭിചാരത്തിനെതിരെയുള്ള ശബ്ദം, അക്രമത്തിനെതിരെയുള്ള ശബ്ദം, ഏറ്റവും വലിയ തിന്മയായ എല്ലാം നൽകിയ നാഥനോടുള്ള നിഷേധമായ ഷിർക്കിനെതിരെയുള്ള ശബ്ദം, ബഹുദൈവ വിശ്വാസത്തിന് എതിരെയുള്ള ശബ്ദം, ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം. പക്ഷേ നമുക്ക് ദുഃഖമുണ്ട്. ഈ മഹിതമായ സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഏതു വിഷയത്തിലും മധ്യമമായ മാർഗം സ്വീകരിക്കാൻ ബാധ്യതപ്പെട്ടവരാകുന്നു മുസ്ലിം ഉമ്മത്ത്. വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്, وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ وَيَكُونَ الرَّسُولُ عَلَيْكُمْ شَهِيدًا. നിങ്ങളെ നാം ഒരു മധ്യമ സമൂഹമാക്കി തീർത്തിരിക്കുന്നു. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാൻ, നിങ്ങൾക്ക് സാക്ഷിയായി മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും, ജനങ്ങൾക്ക് സാക്ഷികളായി ജീവിക്കാൻ ബാധ്യതപ്പെട്ട മധ്യമമായ സമൂഹം. ഏതു വിഷയത്തിലും തീവ്രതയുടെയും ജീർണതയുടെയും ഇടയിലുള്ള മധ്യമമായ മാർഗം സ്വീകരിക്കാൻ കടപ്പെട്ടൊരു സമൂഹം. പക്ഷേ ഈ സുന്ദരമായ ആശയമാണ് ലോകത്ത് തീവ്രവാദമായി തീർന്നത്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ സമുദായത്തിന്റെ രക്ഷക്ക് എന്ന വിധത്തിൽ യുവാക്കളുടെ കർമ്മശേഷിയെ, യുവാക്കളുടെ ആവേശത്തെ വഴിതിരിച്ചുവിടാനുള്ള ഹീനമായ ശ്രമം ഇസ്ലാമിക ചരിത്രത്തിൽ അവിടെ നിന്ന് തുടങ്ങി. അതിന്റെ വേരുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇസ്ലാമിൽ തീവ്രതയുടെ തുടക്കം രണ്ടു വിധത്തിലാണ്. ഒന്ന്, ഖവാരിജികൾ, ഇസ്ലാമിക ചരിത്രത്തിൽ കടന്നു വന്ന ഖവാരിജികൾ. ഇൽ ഹുക്മു ഇല്ലാ ലില്ലാ, വിധിക്കാനുള്ള അധികാരം പടച്ചതമ്പുരാനല്ലാതെ മറ്റാർക്കുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹാക്കിമിയ്യത്ത് വാദവുമായി കടന്നു വന്ന ഖവാരിജികൾ. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആളുകളെ കാഫിറുകളാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ഉത്തമരായ പ്രവാചകന്റെ അനുയായികളെ കാഫിറുകളാക്കിക്കൊണ്ട് കടന്നു വന്ന ഖവാരിജികൾ. രണ്ടാമത്തെ വിഭാഗം, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ തങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രമായി സ്വീകരിച്ച ഷിയാക്കൾ, ഇമാമത്ത് സങ്കല്പവുമായി കടന്നു വന്ന ആളുകൾ.
ആ തീവ്രവാദത്തിന്റെ വക്താക്കളൊക്കെ തന്നെ അവർ ചെയ്തുകൊണ്ടിരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ന്യായീകരണം നടത്തിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച അബ്ദുല്ലാഹിബ്നു സബ എന്ന മനുഷ്യൻ ആ കൃത്യം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഹാദിഹി ഫീ സബീലില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ് എന്നതാണ്. ഇന്ന് ഈ രാജ്യത്ത് തൗഹീദ് പ്രബോധന പ്രവർത്തനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധകരെയും അവരുടെ കുടുംബത്തെയും ആക്രമിക്കുന്ന ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് റബ്ബിന്റെ മാർഗത്തിലുള്ള പോരാട്ടമാണ് എന്ന്. ശരിയല്ലേ സഹോദരങ്ങളെ? ഖവാരിജുകളും ഷിയാക്കളും രൂപപ്പെടുത്തിക്കൊണ്ട് തിരികൊളുത്തിവിട്ട ഈ തീവ്രവാദ പ്രവർത്തനം, അതിൽ നിന്ന് വെള്ളവും വളവും സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പേരുകളിൽ ചെറുപ്പക്കാരുടെ സിരകളിലേക്ക് ആവേശത്തിന്റെ രക്തത്തെ പ്രവഹിപ്പിച്ചുകൊണ്ട് ഈ സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്, ഇവിടെ വികൃതമാക്കപ്പെടുന്നത് സുന്ദരമായ ഇസ്ലാമിക സന്ദേശമാണ്. എന്തിനു വേണ്ടിയാണ് ഒരു മുസ്ലിം ഉമ്മത്ത് സംഘടിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നവരെയുള്ള ജീവിതത്തിന്റെ വിവിധ മേഖലകളുമായി ബന്ധപ്പെടുന്ന സുന്ദരമായ ഇസ്ലാമിക സന്ദേശം, വിജയത്തിന്റെ മന്ത്രം, റബ്ബിന്റെ മുമ്പിലുള്ള സമർപ്പണത്തിന്റെ സുന്ദരമായ ആശയം, അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ സന്ദേശം സ്വീകരിച്ച ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ്. ആ ബാധ്യത മഹാനായ റസൂലുള്ളയും അനുയായികളും നിർവഹിച്ചതിന്റെ പരിണത ഫലമാണ് ലോകത്ത് ഈ പ്രകാശം ഉയർന്നു നിൽക്കുന്നത്. ഈ പ്രവാചക ദൗത്യം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ദൗത്യം പ്രവാചകന്റെ തന്നെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അഗ്നിയിലേക്ക് ചാടാൻ ശ്രമിക്കുന്ന, ഈ ആംപാറ്റകളെ പോലെ അഗ്നിയിലേക്ക് എടുത്തു ചാടാൻ ശ്രമിക്കുന്ന സമൂഹത്തിന്റെ അരക്ക് പിടിക്കുന്നവനാകുന്നു ഞാൻ. അന ആഖിദും ബിഹുജ്സികും ഫതഫ്ലിതൂന മിന്നി, ഞാൻ നിങ്ങളുടെ അരക്ക് പിടിക്കുന്നവനാണ്, പക്ഷേ നിങ്ങൾ എന്നിൽ നിന്ന് വഴുതിപ്പോകുന്നവനാണ്. ഒരു മുസൽമാൻ നിർവഹിക്കേണ്ടുന്ന ദൗത്യം എന്താണ്? തിന്മയാകുന്ന അഗ്നികുണ്ഡത്തിലേക്ക്, നരകമാകുന്ന ശാശ്വതമായ ശിക്ഷയിലേക്ക് നടന്നെടുക്കുന്ന സമൂഹത്തെ കൈപിടിച്ചുകൊണ്ട് അരുതെന്ന് പറയേണ്ടുന്ന, അവരുടെ അരക്ക് പിടിക്കേണ്ടുന്ന ദൗത്യം ആ ഇസ്ലാമിക സമൂഹത്തിലെ യുവജനങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ്. പക്ഷേ അത് നിർവഹിക്കാൻ ഇവിടെ ആരുണ്ട്? സാൽവേഷന്റെ, നജാത്തിന്റെ, മോക്ഷത്തിന്റെ സുന്ദരമായ സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആരുണ്ട്? സഹോദരങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു തിരിച്ചറിവാണ് ISM ഇതിൽ പ്രേരിപ്പിച്ചത്. ഞങ്ങൾ ഓർത്തുപോകുന്നു, 1996 തൃശൂരിൽ നഗരത്തിന് സമീപം ശക്തൻ തമ്പുരാൻ ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് MSMന്റെ സംസ്ഥാന സമ്മേളനം നടന്നിരുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തിരുന്ന അന്നത്തെ തൃശൂർ ജില്ലാ കലക്ടർ, അദ്ദേഹം സ്റ്റേജിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് തൊട്ടടുത്തുള്ള മുസ്ലിം പള്ളിയിൽ നിന്നുള്ള ബാങ്കുലി ഉയരുന്നത്. അല്ലാഹു അക്ബർ എന്ന ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം എനിക്കെന്നേക്കാൾ, എന്റെ കുടുംബത്തെക്കാൾ, എന്റെ സമ്പാദ്യത്തെക്കാൾ, ഞാൻ ജീവിതത്തിൽ നേടിയെടുത്ത സകലത്തിനേക്കാളും വലുത് അല്ലാഹുവാണ് എന്നുള്ള പ്രഖ്യാപനം. അത് കേട്ട അദ്ദേഹം പിന്നീടുള്ള പ്രസംഗത്തിൽ പറഞ്ഞത്, മുസ്ലിങ്ങൾ ബാങ്ക് വിളിക്കുമ്പോൾ പറയുന്നത് എന്താണ്? അല്ലാഹു അക്ബർ. എന്താണ് അതിനർത്ഥം? അക്ബർ ചക്രവർത്തി മഹാനാകുന്നു, അക്ബർ ചക്രവർത്തി മഹാനാകുന്നു. മതസൗഹാർദ്ദം പഠിപ്പിച്ച ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് അഭയം നൽകി അക്ബർ ചക്രവർത്തി മഹാനാണ് എന്നാണ് പള്ളിയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ ചിരിച്ചു. ചിരിക്കാൻ നമുക്ക് സാധിക്കുമോ? ഈ ഇന്ത്യ രാജ്യത്തെ ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ച ഒരു വ്യക്തിക്ക് 25% മുസ്ലിങ്ങളുള്ള കേരളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് ഇസ്ലാമിന്റെ ഏറ്റവും അതിപ്രധാനമായ സന്ദേശമായ അല്ലാഹു അക്ബറിന്റെ അർത്ഥം തിരിച്ചറിയാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ലജ്ജിക്കേണ്ടത് നമ്മളല്ലേ സഹോദരങ്ങളെ? തിരിച്ചറിയേണ്ടത് നാമല്ലേ സഹോദരങ്ങളെ? ആ ഉത്തരവാദിത്ത ബോധമാണ് ISMനെ ഈ മഹത്തായ ദൗത്യത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ഞാൻ ഓർത്തുപോകുന്നു, ഈ കഴിഞ്ഞ വർഷം കേസരി എന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പത്രം കയ്യിൽ കിട്ടി. സുദീർഘമായ ഒരു ലേഖനം. ഒട്ടനവധി പ്രദേശങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭം. അതിൽ വന്ന ലേഖനത്തിലെ ഒരു വരി ഞാൻ ഓർത്തുപോകുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരപരാധികളായ, നിസ്സഹായരായ നൂറുകണക്കിന് ആളുകൾ മുസൽമാന്റെ ബോംബിനും തോക്കിനും വിധേയമായിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങൾ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആനാകുന്നതിന് കാരണം. ഖുർആൻ ലോകത്തുണ്ടായിരിക്കുന്നിടത്തോളം കാലം അമുസ്ലിങ്ങളുടെ കഴുത്തറുക്കപ്പെടും, അമുസ്ലിങ്ങളെ കാഫിർ എന്ന് അധിക്ഷേപിക്കപ്പെടും. അതുകൊണ്ട് മുസ്ലിങ്ങൾ അല്ല ഇതിന് ഉത്തരവാദി, ഖുർആനാകുന്നു ഉത്തരവാദി. സഹോദരങ്ങളെ, നമുക്കവരെ കുറ്റം പറയാൻ സാധിക്കുമോ? നമുക്കവരെ കുറ്റം പറയാൻ സാധിക്കുമോ?
വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ സന്ദേശം, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല എന്ന ഇസ്ലാമിന്റെ സന്ദേശം. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതം എന്ന ആദർശത്തിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സന്ദേശം ലോകത്തെ പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം. ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ, പ്രവാചകരെ താങ്കൾ ഒരു ഓർമ്മപ്പെടുത്തുന്നവൻ മാത്രമാണ്, താങ്കൾ ഒരിക്കലും തന്നെ അടിച്ചേൽപ്പിക്കുന്നവനല്ല എന്ന ലോക സൃഷ്ടാവിന്റെ റസൂലുള്ളയോടുള്ള അഭിസംബോധന. ഇത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ മതത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ബഹുമാന്യ സഹോദരൻ സൂചിപ്പിച്ച പോലെ പേനക്കത്തി കൊണ്ടോ പിച്ചാത്തി കൊണ്ടോ ബോംബ് കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ അല്ല, മറിച്ച് സുന്ദരമായ ജീവിതത്തിലൂടെ മഹിതമായ ഇസ്ലാമിക സന്ദേശത്തിന്റെ പ്രബോധനത്തിലൂടെ ലോകത്തിന്റെ ധാരണയെ തിരുത്തേണ്ടുന്ന ബാധ്യത നമുക്കല്ലേ ഉള്ളത്. ഒരു മുസൽമാന്റെ ഏറ്റവും വലിയ ബാധ്യത എന്താണ്? ഈ മഹിത സന്ദേശത്തിന്റെ ഉദ്ഘോഷണമാണ്. പക്ഷേ ഇതിനെ വഴിതിരിച്ചു വിട്ട് ഒരുപാട് ആളുകളെ ചരിത്രത്തിൽ നമുക്ക് കാണാതെ നടന്നു പോവുക സാധ്യമല്ല. ഖുതുബാത്തിലെ ജിഹാദിന്റെ പ്രാധാന്യം എന്ന അധ്യായത്തിലൂടെ ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും ഫലപ്പെടാതെ വന്നപ്പോൾ ഇസ്ലാമിന്റെ പ്രവാചകന് വാളെടുക്കേണ്ടി വന്നു എന്ന് പച്ചയായി എഴുതി വെച്ച മൗലാന മൗദൂദി, ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും ഫലപ്പെടാതെ വന്നപ്പോൾ ഇസ്ലാമിന്റെ പ്രവാചകന് വാളെടുക്കേണ്ടി വന്നു എന്ന് പച്ചയായി എഴുതി വെച്ച മൗദൂദി പങ്ക് നിഷേധിക്കാൻ സാധിക്കുമോ? എവിടെയാണ് ഇസ്ലാമിക ഉപദേശത്തിന്, ഇസ്ലാമിക പ്രബോധനത്തിന് സ്വാധീനമില്ലാതെ വന്നിട്ടുള്ളത്? പ്രബോധനത്തിന് സ്വാധീനമില്ലാതെ വന്ന ഒരു ഘട്ടത്തിൽ ആയുധമെടുക്കാൻ ഇസ്ലാം എന്നെങ്കിലും അതിന്റെ അനുയായികൾക്ക് ആഹ്വാനം നൽകുന്നുണ്ടോ? മറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്നത് 2 സന്ദർഭങ്ങളിൽ മാത്രമേ നിങ്ങൾ ആയുധമെടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഏകനായ സൃഷ്ടാവിന് മാത്രമായിരിക്കണം ആരാധന എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം മുറുകെ പിടിച്ച കാരണത്താൽ വീടുകളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുകയും ആ സന്ദേശം മുറുകെ പിടിച്ച കാരണത്താൽ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭം പോരാടാൻ ഇസ്ലാം അതിന്റെ അനുയായികൾക്ക് ആഹ്വാനം നൽകുന്നു. പക്ഷേ ആ സന്ദർഭത്തിൽ പോലും യുദ്ധഭൂമിയിൽ വെച്ച് പോലും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും രോഗികളെയും ആക്രമിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിക സന്ദേശം, ലോകത്തിന്റെ മുമ്പിൽ കാരുണ്യം പഠിപ്പിച്ച സന്ദേശം, ഇത് തെറ്റിദ്ധരിക്കപ്പെട്ട, ഇത് ആയുധത്തിന്റെ ആൾബലത്തിന്റെ തണലിൽ മാത്രം വളരുന്ന ഒരാശയമായി തെറ്റിദ്ധരിപ്പിക്കാൻ ഇവിടെ ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശത്തെ ഭരണത്തിന്റെ ഭരണിയിൽ ഒതുക്കാൻ ശ്രമിച്ച ആളുകൾ അത്തരം പ്രവർത്തനങ്ങളുമായി കടന്നു വന്നപ്പോഴാണ് തദ്കീർ എന്ന ഉത്ബോധനമെന്ന പ്രബോധനമെന്ന ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ISM കടന്നു വന്നിട്ടുള്ളത്. ഇസ്ലാമിക സന്ദേശത്തെ സംബന്ധിച്ചിടത്തോളം പ്രതികാരത്തിന് ഇസ്ലാമിൽ സ്ഥാനമില്ല. മഹാനായ റസൂലുള്ളാഹിയുടെ ചരിത്രം നമുക്കറിയാം. 40ാമത്തെ വയസ്സുവരേക്കും അല്ലമീൻ എന്ന് വിളിച്ചുകൊണ്ട് അഭിനന്ദിച്ചിരുന്ന, പ്രശ്നപരിഹാര കേന്ദ്രമായി സ്വീകരിച്ചിരുന്ന, ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ വരുന്ന ഘട്ടത്തിൽ ഉപദേശം സ്വീകരിച്ചിരുന്ന ആ മഹൽ വ്യക്തിത്വം 40ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയുടെ അന്ധകാരത്തിൽ വെച്ചുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സുന്ദരമായ സന്ദേശം ലോക സൃഷ്ടാവ് നൽകിയത് മുതൽ ആ ജനതയുടെ ശത്രുവായി തീരുന്നു. ഒട്ടകത്തിന്റെ ചിഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിൽ അണിയേണ്ടി വന്ന, തായിഫിലേക്ക് പലായനം ചെയ്തപ്പോൾ അങ്ങാടി പിള്ളേരുടെ കല്ലേറുകൊണ്ട് കാലിൽ നിന്ന് രക്തം വാർന്നൊഴുകേണ്ടി വന്ന, പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്ന വർഷങ്ങൾക്ക് ശേഷം മക്കം ഫത്തഹിന്റെ സന്ദർഭത്തിൽ തന്റെ അനുയായികളായ ജനസമൂഹത്തിന്റെ കൂടെ അതുവരെ ഉപദ്രവിച്ചിരുന്ന ആളുകൾ ആ സന്ദർഭത്തിൽ മുഹമ്മദ് നമ്മോട് പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അന്തുമുത്തുലഖാ, നിങ്ങൾ സ്വതന്ത്രരാണ്, പോയിക്കൊള്ളുക എന്ന് പ്രഖ്യാപിച്ച വിട്ടുവീഴ്ചയുടെ മാതൃക, തന്നെ തണൽ പോലെ പിന്തുടർന്നിരുന്ന, തന്റെ ഹൃദയത്തിന്റെ ഭാഗമായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു എന്ന പിതൃ സഹോദരൻ ഉഹദിന്റെ യുദ്ധഭൂമിയിൽ കൊല്ലപ്പെടുകയും ആ മൃതദേഹത്തോടുള്ള കോപം ശമിക്കവയ്യാതെ ഹിന്ദ് എന്ന സ്ത്രീ നെഞ്ചു പിളർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കരൾ പുറത്തെടുത്ത് വായിൽ വെച്ച് ചവച്ചു തുപ്പി ആ വികൃതമാക്കപ്പെട്ട തന്റെ പിതൃ സഹോദരന്റെ മയ്യത്ത് നേർക്ക് നേരെ കണ്ട മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തന്റെ പിതൃ സഹോദരന്റെ മയ്യത്തിനോട് പോലും ക്രൂരത കാണിച്ച ഹിന്ദ് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ പുറത്തു കൊടുക്കാൻ തയ്യാറായ മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പച്ചക്കരളുള്ള സകലതിനോടും കരുണ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ട കാരുണ്യത്തിന്റെ പ്രതിരൂപമായ മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സന്ദേശത്തിൽ വർഗീയതക്ക് പ്രസക്തിയുണ്ടോ? ഈ സന്ദേശത്തിൽ ഭീകരവാദത്തിന് പ്രസക്തിയുണ്ടോ? ഇല്ല എന്ന സന്ദേശം ഉറക്കെ വിളിച്ചു പറയേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ടാണ് ISM ഈ ദൗത്യവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഭീതിതമായ ഒരു ദുരവസ്ഥയിലേക്കാണ് ലോകം ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പരസ്പര സംശയങ്ങൾ,
പരസ്പരമുള്ള സംശയങ്ങളുടെ പുകമറകൾക്കുള്ളിൽ കിടന്നുകൊണ്ട് ശ്വാസം മുട്ടുന്ന മനുഷ്യൻ. നമുക്കറിയാം, ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന JM കെയ്ൻസിന്റെ റിപ്പോർട്ടിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ലോകത്തിന്റെ ഘടന തന്നെ വെൽഫെയർ സ്റ്റേറ്റ്സ് എന്നതിൽ നിന്ന് വാർഫെയർ ഗവൺമെന്റ്സ് എന്നിടത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. വെൽഫെയർ സ്റ്റേറ്റ്സ് എന്നുള്ളിടത്ത് നിന്ന് വാർഫെയർ ഗവൺമെന്റ്സ് എന്നിടത്തേക്ക് ലോകരാഷ്ട്രങ്ങളുടെ ഘടന മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എന്തുകൊണ്ടുണ്ടായിത്തീർന്നു? പരസ്പരമുള്ള സംശയങ്ങളും പരസ്പരമുള്ള ആക്രമണത്തിന്റെ സങ്കുചിത ചിന്താഗതികളും ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് കാരണം. അതിനോടനുബന്ധമായിക്കൊണ്ട് തിന്മകൾക്കെല്ലാം തന്നെ വളർച്ച സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ മൂല്യങ്ങൾ ചവിട്ടിമെതിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഈ സമൂഹത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് മനുഷ്യ നന്മയുടെ, മനുഷ്യമോക്ഷത്തിന്റെ, സാൽവേഷന്റെ ആശയം നമുക്ക് വിളിച്ചു പറയേണ്ടതുണ്ട്. മനുഷ്യാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അതേ മനുഷ്യാവകാശത്തെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ പോലും നമുക്ക് കാണാൻ സാധിച്ചു, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇറാഖിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ തന്റെ സൈന്യത്തെ നിയോഗിച്ചിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹം ചെയ്തത് രാജ്യാന്തര വനിതാ ദിനത്തിൽ കോഡ്പിംഗ് എന്ന യുദ്ധവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായ ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുകയാണ്. എന്തായിരുന്നു അവർ ചെയ്ത തിന്മ? യുദ്ധത്തിനെതിരെ, മനുഷ്യനെ വധിക്കുന്ന അക്രമത്തിനെതിരെ പ്രവർത്തിച്ചു എന്നത് മാത്രമാണ്. മനുഷ്യാവകാശങ്ങൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, മൂല്യങ്ങൾക്ക് വിലയില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇവിടെ ഒരു ബാധ്യത തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ISM ഈ ദൗത്യവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പരസ്പരമുള്ള നന്മയുടെ സന്ദേശം, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, ദീനാനുകമ്പയുടെ സന്ദേശം. അമുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് ഒരു മുസ്ലിങ്ങൾ ഏത് നിലപാട് സ്വീകരിക്കണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഇസ്ലാമിക സന്ദേശം അത് ജനങ്ങളോട് പറയണം എന്ന തിരിച്ചറിവാണ് ഈ പ്രസ്ഥാനത്തെ, ഈ പ്രവർത്തനത്തിന് പ്രേരിപ്പിച്ചിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശദീകരിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഈ രാജ്യത്തിന്റെ, ഈ ലോകത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി വ്യക്തമായി വിലയിരുത്തുന്ന ഏതൊരാൾക്കും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം എന്നും ഒഴുക്കിനെതിരെ നീന്തിയിട്ടുള്ള ഒരു ആദർശമാണ്. സമൂഹത്തിന്റെ നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാദർശ പ്രസ്ഥാനമാണ്. സുന്ദരമായ ഇസ്ലാമിക സന്ദേശം, വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം നൂലിൽ കെട്ടിയും പിഞ്ഞാണത്തിൽ എഴുതിയും ഏലസിനുള്ളിൽ ബന്ധിച്ചുമൊക്കെ ദേഹത്ത് കെട്ടാനും കലക്കി കുടിക്കാനും അതിലൂടെ രോഗശമനവും മനഃശാന്തിയും പ്രതീക്ഷിച്ചിരുന്ന ഒരു സമുദായത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യന് താക്കീത് നൽകാനുള്ളതാണ് ഖുർആനിന്റെ സന്ദേശമെന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം ഈ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്ത മുജാഹിദ് പ്രസ്ഥാനം. മഹാനായ പ്രവാചകനോടുള്ള സ്നേഹം ഈന്തിൻ പട്ടയിൽ വെട്ടിയൊട്ടിച്ചിരിക്കുന്ന ത്രികോണാകൃതിയിലുള്ള കൊടിയിലും അതുപയോഗിച്ചുകൊണ്ടുള്ള വഴിമുടക്കിയുള്ള ഘോഷയാത്രയിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന സമുദായത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് 23 വർഷക്കാലത്തെ ജീവിതത്തിലൂടെ ലോകത്തെ സുന്നത്ത് പഠിപ്പിച്ച റസൂലിന്റെ യഥാർത്ഥ ജീവിതചര്യ ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ പാടുപെട്ട മുജാഹിദ് പ്രസ്ഥാനം. അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ തളക്കപ്പെട്ടിരുന്ന, വിദ്യ നിഷേധിക്കപ്പെട്ടിരുന്ന പള്ളികളും പള്ളിക്കൂടത്തിന്റെ കവാടങ്ങളും കൊട്ടിയടക്കപ്പെട്ടിരുന്ന, എന്നാൽ അവരുടെ ചിറ്റുകളും അവരുടെ കർണാഭരണങ്ങളും അവരുടെ കണ്ഠാഭരണങ്ങളും പാതിരാ നേരത്തെ വയലുകളിലൂടെ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന പൗരോഹിത്യത്തിനെതിരെ ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന സുന്ദരമായ സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥമായ സന്ദേശം പരിചയപ്പെടുത്തി കൊടുത്ത മുജാഹിദ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിനല്ലാതെ ആർക്കാണ് ഈ ദൗത്യം നിറവേറ്റാൻ സാധിക്കുക? അക്ഷരമെന്ന മനുഷ്യനെ ചിന്തിപ്പിക്കേണ്ടുന്ന, മനുഷ്യനെ പരിവർത്തിപ്പിക്കേണ്ടുന്ന ആശയം അതിൽ നിന്ന് അകറ്റാൻ, സമുദായത്തെ അകറ്റാൻ ശ്രമിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അക്ഷരത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ പണ്ഡിതന്മാർ നയിച്ചൊരു പ്രസ്ഥാനം. ദേശീയ സമരം കൊടുമ്പിരിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ വർഗീയതയുടെ പണം വിരിച്ചുകൊണ്ട് ഉത്തരേന്ത്യൻ ഗ്രാമാന്തരങ്ങളിൽ അതിന്റെ സ്വൈരവിഹാരം നടക്കുകയും ഹിന്ദുവിന്റെയും മുസൽമാന്റെയും കബന്ധങ്ങൾ അവിടെ കുന്നുകൂടുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ മഹിതമായ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം ലോകത്തോട് വിളിച്ചു പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനം ഉത്തരേന്ത്യൻ ഗ്രാമാന്തരങ്ങളിൽ സുനാമികളും പ്ലേഗുകളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടായപ്പോ ഫോട്ടോവിന് പോസ് ചെയ്യണമെന്നോ ശേഖരിച്ചതിന്റെ കണക്ക് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണമെന്നോ ആഗ്രഹിക്കാതെ വീടാന്തരം കയറിയിറങ്ങി അവിടങ്ങളിലേക്കുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളും വസ്ത്രങ്ങളും സേവനങ്ങളും എത്തിച്ചു കൊടുത്ത മുജാഹിദ് പ്രസ്ഥാനം. സമ്പന്നന്റെ വീട്ടുപടിക്കൽ പാവപ്പെട്ടവൻ നീണ്ട ക്യൂ നിന്നുകൊണ്ട് റമദാനിലെ 27-ാം രാവിൽ തളർന്നു വീഴുന്ന ദുരവസ്ഥയായി ഇസ്ലാമിലെ സക്കാത്ത് ചക്കാത്തായി മാറിയ കാലഘട്ടത്തിൽ സംഘടിത സക്കാത്തിന്റെ സംഭരണവും വിതരണവും കേരളക്കരക്ക് പരിചയപ്പെടുത്തി കൊടുത്ത മുജാഹിദ് പ്രസ്ഥാനം.
ശാസ്ത്രീയമായ മതപഠനത്തിന് സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് കൃത്യമായൊരു സിലബസ് രൂപപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാന വിശ്വാസ കർമ്മ പ്രമാണങ്ങളെ കൊച്ചുകാലത്ത് തന്നെ കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള ശാസ്ത്രീയമായ മതപഠനത്തിന്റെ സംവിധാനം ഏർപ്പെടുത്തിയ മുജാഹിദ് പ്രസ്ഥാനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന ജനസമൂഹത്തിന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പഠിപ്പിച്ചു കൊടുത്ത പഴക്കമുള്ള പഴഞ്ചനല്ലാത്ത സുന്ദരമായ തൗഹീദ്, ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സംസ്കൃതമായ വ്യക്തി ജീവിതത്തിൽ അധിഷ്ഠിതമായ സന്ദേശം ലോകത്തെ പഠിപ്പിച്ചു കൊടുത്ത മുജാഹിദ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിനു മാത്രമേ ആധുനികതയുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ രാജ്യത്തെ മദ്യപാനത്തിനെതിരെ ശബ്ദിക്കാൻ, ഈ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയകളുടെ ദുസ്വാധീനത്തിനെതിരെ ശബ്ദിക്കാൻ, ഈ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അപസർപ്പക നോവലുകളുടെയും ഇരുട്ടിന്റെ മറവിൽ നടക്കുന്ന തിന്മകൾക്കുമെതിരെ ശബ്ദിക്കാൻ, എല്ലാറ്റിലും ഉപരി ഏറ്റവും വലിയ തിന്മയായ ശിർക്ക് എന്ന ബഹുദൈവ വിശ്വാസം എന്ന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ ദൈവങ്ങളുടെയും പുരോഹിതന്മാരുടെയും അവരുടെ ചൂഷണങ്ങൾക്കുമെതിരെയും ശബ്ദിക്കാൻ, ഈ അതിപ്രധാനമായ ദൗത്യം ഏറ്റെടുക്കാൻ മുജാഹിദുകളല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ടാണ് ക്ഷീണിക്കാതെ അലസരാകാതെ ഈ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന ബുദ്ധിപരമായി കാര്യങ്ങളെ കണ്ടുകൊണ്ട്, കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ട്, മുന്നോട്ട് നോക്കിക്കൊണ്ട് കടന്നു പോകുന്ന ആദർശ പ്രസ്ഥാനത്തിന് പിന്നിൽ അണിനിരന്നിരിക്കുന്ന നേതൃത്വത്തോട് അനുസരണവും വിധേയത്വവുമുള്ള ISM എന്ന യുവജന പ്രസ്ഥാനം ഈ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാകുന്നു സാൽവേഷൻ. ISMനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രം കേരളത്തിൽ 3 ഘട്ടങ്ങളായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 967 രൂപീകരിക്കപ്പെട്ട് 985 വരെ കേരള നദുവത്തുൽ മുജാഹിദീന്റെ ആശയങ്ങളും ആദർശങ്ങളും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ ഒരു കാലഘട്ടം. 987 മുതൽ ഈ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മറ്റു ചിലരുടെ ആലയിൽ ഇതിനെ കൊണ്ടുപോയി കെട്ടാനുള്ള ശ്രമം നടന്നിരുന്ന ഒരു കാലഘട്ടം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ ശ്രമത്തെ തിരിച്ചറിയുകയും ഇസ്ലാമിന്റെ തൗഹീദ് പ്രബോധനത്തെ മറ്റു ചിലരുടെ ആദർശത്തിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിച്ച ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സുന്ദരമായ സന്ദേശം ലോകത്തോട് പറയാൻ ധൈര്യമുള്ള, ചങ്കൂറ്റമുള്ള, മനസ്സുറപ്പും ചങ്കുറപ്പുമുള്ള ഒരു സംഘം ഇതാ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഒരു യുവജന പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ സാധിച്ച അൽഹംദുലില്ലാഹ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് ആനന്ദമുണ്ട്. റബ്ബിന്റെ മുമ്പിൽ വിനയത്തോടുകൂടി ശിരസ് കുനിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആനന്ദത്തോടുകൂടി പറയുന്നു, ഈ ദൗത്യം ഏറ്റെടുക്കാൻ ഞങ്ങൾ മാത്രമാകുന്നു ഇവിടെയുള്ളത്. അക്രമമില്ലാത്ത, ബലാത്സംഗമില്ലാത്ത, മദ്യപാനമില്ലാത്ത, വ്യഭിചാരമില്ലാത്ത, മനുഷ്യ ദൈവത്തിന്റെ മുമ്പിൽ കുമ്പിടുന്ന ജാരങ്ങൾക്ക് മുമ്പിൽ ചെന്നുകൊണ്ട് പൂജയർപ്പിക്കുന്ന ഒരു ജനതയില്ലാത്ത, കണ്ണും കാതും കരളും പണിത, വിണ്ണും ഈ ഭൂമിയും എല്ലാം മനസ്സിൽ മനുഷ്യന് വേണ്ടി പണിത, ലോക സൃഷ്ടാവിന്റെ മുമ്പിൽ ജീവിതത്തെ സമർപ്പിക്കുന്ന, ചൂഷണമുക്തമായ ഒരു വിശ്വാസത്തെ സ്വീകരിച്ചെടുത്ത ഒരു സുന്ദരനായ സമർപ്പിക്കുന്നവനെ, മുസ്ലിമിനെ, മനസ്സമാധാനം നേടിയവനെ, സാൽവേഷൻ നിർവഹിച്ചവനെ സൃഷ്ടിച്ചെടുക്കുന്ന ദൗത്യം. അൽഹംദുലില്ലാഹ് ആ ദൗത്യം, അതിന്റെ നിർവഹണ രംഗത്തുണ്ടായ കഴിഞ്ഞ ദിനങ്ങൾ ഞങ്ങളെ സന്തോഷവാന്മാരാക്കുന്നു. കേരളക്കര അല്ല, ലോകത്തിന്റെ വിവിധ ഭാഗം ഇതിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ലോകം ഈ സംഗതികൾ ദർശിച്ചുകൊണ്ടേയിരിക്കുന്നു, തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അഭിനന്ദനങ്ങളുടെ പ്രവാഹങ്ങൾ ഞങ്ങളെ അഹങ്കാരികളാക്കി തീർക്കുന്നില്ല. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ദൗത്യം പൂർണ്ണമായി എന്ന് വിശ്വസിക്കുന്നില്ല. മറിച്ച് നാളെ റബ്ബിന്റെ മുമ്പിലെത്തുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ പോലും ഞാൻ കേട്ടില്ല എന്ന് പറയുന്ന അവസ്ഥ വരാൻ പാടില്ല എന്ന തീരുമാനമാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ ത്യാഗപൂർണമായ ശ്രമം ഒരുപാട് ജനലക്ഷങ്ങളുടെ അധ്വാനം, വിയർപ്പിന്റെ ഗന്ധമുള്ള സാൽവേഷൻ, റഹ്മാനായ റബ്ബ് എല്ലാവർക്കും ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തരമായ സംഭവം ഇവിടെ നടന്നപ്പോൾ ഇത് തിരിച്ചറിയാൻ ജനലക്ഷങ്ങൾ ഇവിടേക്ക് എത്തുകയുണ്ടായി. അവരത് വായിച്ചു, അവരത് കണ്ടു, അവരത് അനുഭവിച്ചു, ഹൃദയത്തിലേക്ക് അവരത് സ്വീകരിച്ചു. ഇവിടെ ലഭിച്ച ആയിരക്കണക്കിന് വരുന്ന അഭിപ്രായ കുറിപ്പുകൾ നമ്മെ വിനയാന്വിതരാക്കി തീർക്കുന്നു. ഈ സാൽവേഷൻ കവാടം കടന്നു വന്ന ആളുകൾ നേരത്തെ എന്റെ മുൻ പ്രാസംഗികൻ സൂചിപ്പിച്ച പോലെ ഇതാണോ ഇസ്ലാം, ഇതാണോ ഇസ്ലാം എന്ന് ചോദിച്ചു പോയ സന്ദർഭങ്ങൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ ധാരണകളെ തിരുത്താൻ സാധിച്ചു. ലോകം സാൽവേഷനെ ഹൃദയത്തിലേക്ക് ഏറ്റുകയുണ്ടായി.
നിലക്കാത്ത പ്രവാഹം ഇതിലേക്ക് ഇന്നും കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം, ഞങ്ങൾ അറിയാതെ പോയ, ഞങ്ങൾ അജ്ഞമായി തീർന്ന സന്ദേശം ഇതാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ അഹമഹമികയാ ഞാൻ മുന്നിൽ എന്ന നിലക്ക് മുന്നോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭം. ഈ സന്ദർഭത്തിൽ വിനയത്തോടുകൂടി ഇവിടെ വന്നു ചേർന്ന ചില സഹോദരങ്ങൾ സാൽവേഷനെ കണ്ടുകൊണ്ട് രേഖപ്പെടുത്തിയ ചില അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. പ്രസിദ്ധ പത്രപ്രവർത്തകൻ, സീനിയർ ജേർണലിസ്റ്റ് ബഹുമാന്യനായ KM റോയ് കഴിഞ്ഞ ദിവസം ഈ വേദിയിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. മുജാഹിദ് പ്രസ്ഥാനം ഒരുക്കിയ സാൽവേഷൻ കണ്ടുകൊണ്ട് അദ്ദേഹം ഇവിടുത്തെ വിസിറ്റേഴ്സ് ഡയറിയിൽ രേഖപ്പെടുത്തിയ വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. എന്താണ് ബഹുമാന്യനായ KM റോയ് സൂചിപ്പിച്ചത്? സാൽവേഷൻ ഈസ് undoubtedly a fine exhibition which will be appreciated by everybody from all castes and creeds. Salvation is undoubtedly a fine exhibition which will be appreciated by everybody from all castes and creeds. ജാതിയുടെയോ മതത്തിന്റെയോ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരാലും പ്രശംസിക്കപ്പെടുന്ന സുന്ദരമായ ഒരു എക്സിബിഷനാണ്, ഏറ്റവും സംശയലേശമന്യേ സുന്ദരമായ ഒരു എക്സിബിഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് സർ ഇവിടെ വരികയും ഈ എക്സിബിഷൻ കാണുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം വിസിറ്റേഴ്സ് ഡയറിയിൽ എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവായ BJPയുടെ പ്രതിനിധി ശ്രീധരൻ പിള്ള അദ്ദേഹം എഴുതുന്നു, നോക്കൂ, അത്ഭുതകരവും അഭൂതപൂർവമായ ജനപങ്കാളിത്തം ഇവിടെ ദൃശ്യമാണ്. അത്ഭുതകരവും അഭൂതപൂർവമായ ജനപങ്കാളിത്തം ഇവിടെ ദൃശ്യമാണ്. എനിക്കിതൊരു അനുഭൂതിയാണ്. മനുഷ്യ മനസ്സിലേക്ക് ഇസ്ലാമിനെ കൂടുതൽ അർത്ഥവത്തായി അവതരിപ്പിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം, ഹൃദയം നിറയുന്ന ആശംസയും അഭിനന്ദനങ്ങളും. BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായ ശ്രീധരൻ പിള്ളയാണ് സാൽവേഷൻ കണ്ടുകൊണ്ട് രേഖപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ കേരള ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് അദ്ദേഹത്തിന്റെ വിസിറ്റേഴ്സ് ഡയറിയിലെ പേജിൽ രേഖപ്പെടുത്തുന്നു, അത്യധികം ആകർഷകവും വിജ്ഞാനപ്രദവുമായ ഒരു എക്സിബിഷൻ, സന്തോഷം, നന്ദി. കേരളത്തിന്റെ വനം വകുപ്പ് ഭവന വകുപ്പ് മന്ത്രി ബിനോയ് വിശ്വം രേഖപ്പെടുത്തുന്നു, നോക്കൂ, ഈ പരിശ്രമത്തിന്റെ വിജയം അർപ്പണബോധത്തിന്റെ വിജയമാണ്. ഇതിനു പിറകിൽ രാപ്പകൽ അധ്വാനിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും അനുമോദനങ്ങൾ. ഇത് പറയുന്നതോടൊപ്പം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. സാൽവേഷൻ ഇന്റർനാഷണൽ എക്സിബിഷന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ വിദേശ രാഷ്ട്രങ്ങളിൽ നടന്നു, കേരളത്തിലെ വിവിധ മുക്കുമൂലകളിൽ നടന്നു, ഇന്ത്യ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നു. തമിഴ്നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൂഡല്ലൂരിൽ ഒരു പ്രചാരണ യോഗം സംഘടിപ്പിക്കപ്പെട്ടു. ഗൂഡല്ലൂരിൽ സലഫി പ്രസ്ഥാനത്തിന്റെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് സാൽവേഷന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. ആ പ്രവർത്തനം അവിടെ പ്രചാരണ യോഗം സംഘടിപ്പിച്ചപ്പോൾ തമിഴ്നാട് പോലീസിന്റെ അനുമതി ലഭിക്കണം, അവരോട് പെർമിഷൻ ലഭിച്ചു. പരിപാടി നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്റലിജൻസ് വിഭാഗം ഏതാണ് ഈ പ്രസ്ഥാനമെന്ന്, എന്താണ് ഈ പരിപാടി എന്ന് അന്വേഷിക്കുക സ്വാഭാവികമാണ്. തമിഴ്നാട് പോലീസിലെ CID വിഭാഗത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച് മാധേശൻ എന്ന ഒരു ഉദ്യോഗസ്ഥനെ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടേക്ക് അയക്കുകയുണ്ടായി. സാൽവേഷൻ എന്ത് എന്ന് നേർക്ക് നേരെ കണ്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്യണം. ചെന്നൈയിലെ CID ഓഫീസിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കണം. മാധേശൻ എന്ന തമിഴ്നാട് CID വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ സാൽവേഷൻ നഗരിയിൽ വന്നു, എക്സിബിഷൻ കണ്ടു. അദ്ദേഹം നമ്മുടെ വിസിറ്റേഴ്സ് ഡയറിയിൽ എഴുതി വെച്ച വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ദിസ് പ്രോഗ്രാം ഈസ് വെരി വെരി ഹാപ്പി പ്രോഗ്രാം to me and all religions, all personals are accepted this program എന്ന് അദ്ദേഹം എഴുതി വെക്കുന്നു. CID CB എന്ന് താഴെ എഴുതിക്കൊണ്ട് സാൽവേഷൻ എന്ത് എന്ന് അന്വേഷണം നടത്തി ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ പ്രതികരണമാണ് നമുക്കിവിടെ കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പോലീസ് വിഭാഗവും ഈ രാജ്യത്തിലുള്ള ഭരണാധികാരികളും ഈ രാജ്യത്തുള്ള അമുസ്ലിങ്ങളായ മുഴുവൻ ആളുകളും സാൽവേഷനെ ഹൃദയത്തിലേക്ക് ഏറ്റുമ്പോൾ, സാൽവേഷനിലൂടെ തങ്ങൾക്ക് ലഭിച്ച പുതിയ അറിവ് ഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് ആനന്ദം കൊണ്ടുകൊണ്ട് ഇതാണോ ഇസ്ലാം എന്ന തിരിച്ചറിവിന്റെ ചോദ്യം ചോദിക്കുമ്പോ ഉറക്കം നഷ്ടപ്പെട്ടു പോയ ഒരു കൊച്ചു സംഘമുണ്ട്. അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
പല വിധത്തിലുള്ള വിക്രിയകൾക്കും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജനലക്ഷങ്ങൾ സാൽവേഷൻ നഗരിയിലേക്ക് ഒഴുകിയെത്തുമ്പോൾ മുതലയില്ലാത്ത മുതലക്കുളത്ത് 100 പേരെ വെച്ചുകൊണ്ട് തടയാൻ അവർ ശ്രമിക്കുമ്പോൾ മണൽ ചിറകട്ടി മലവെള്ളപ്പാച്ചിലെ തടയാൻ ശ്രമിച്ച അനുഭവമാണ് അവർക്കുണ്ടായി തീർന്നിട്ടുള്ളത്. അതുകൊണ്ടും തടയാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോ ചില സീഡികൾ വിതരണം ചെയ്ത് കേരളക്കരയിലെ സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കാം എന്ന് വിചാരിച്ച ആളുകളുണ്ടായിരുന്നു. പല അമ്മാവന്മാരും അമ്മോശന്മാരും ഉപ്പമാരും ഇവിടെ വന്നുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുമായി തങ്ങളുടെ അനുഭവങ്ങൾ പങ്കിട്ടു. തലേ ദിവസം നിങ്ങൾ സാൽവേഷന് പോകരുത് എന്ന് കർക്കശമായി ആവശ്യപ്പെട്ട മരുമകനും മകനും പിറ്റേന്ന് വാർദ്ധക്യത്തിലെത്തിയ ഉപ്പ വന്ന് ക്യൂവിൽ നിൽക്കുമ്പോൾ മുന്നിൽ കാണുന്നത് ഇതേ മകനെ തന്നെയാണ്. ഇവിടെ ഈ മഹത്തായ ആദർശ പ്രസ്ഥാനം ഭൗതികമായ താല്പര്യമില്ലാതെ, സ്വാർത്ഥമായ ആഗ്രഹമില്ലാതെ, പടച്ച തമ്പുരാന്റെ ദീനിനോടുള്ള കടപ്പാട് എന്ന നിലക്ക് മാത്രം ഈ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ ക്ഷുദ്ര നോട്ടീസുകൾ അടിച്ചും ക്ഷുദ്ര കൃതികൾ പണിതും ക്ഷുദ്ര പ്രവർത്തനങ്ങൾ നടത്തിയും ഇതിനെ തടയാൻ ശ്രമിച്ച ആളുകൾ തന്റെ യജമാനൻ കഴുത്തിലേറ്റിയ നുകവുമായി യജമാനന് വേണ്ടി അധ്വാനിക്കുന്ന കാളയുടെ പുറത്തിരുന്നു കൊണ്ട് കാളയുടെ പുറത്ത് ജീവിക്കുന്ന ചില ക്ഷുദ്രജീവികളെ ഭക്ഷിക്കാൻ ശ്രമിക്കുന്ന കാക്കകളെ പോലെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ISM എന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനത്തിനിടയിൽ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം നടത്താൻ ശ്രമിക്കുന്ന ചില അല്പബുദ്ധികൾ കാലം അവരെ പുറങ്കാലുകൊണ്ട് പിറകിലേക്ക് തള്ളിയിരിക്കുകയാണ്. ഞങ്ങൾ കാലത്തിന്റെ മുന്നിൽ നടന്നവരെന്ന് അഭിമാനിച്ചിരുന്നവർ, ബുദ്ധിയുടെ മസ്തിഷ്കത്തിന്റെ ഉടമകളെന്ന് അഭിമാനിച്ചിരുന്ന ആളുകൾ പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുന്ന ദുരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ഈ പ്രസ്ഥാനത്തിന്റെ വിജയമല്ല, മറിച്ച് കാരുണ്യവാനായ റബ്ബ് നൽകിയ അനുഗ്രഹമാണ്. അവനിലുള്ള വിശ്വാസം, അവന്റെ തൗഹീദിലുള്ള സ്നേഹം, അത് ഹൃദയത്തിലേറ്റിയ സ്വന്തം ജീവനേക്കാൾ, സ്വന്തം കുടുംബത്തെക്കാൾ ആദർശത്തെ സ്നേഹിക്കുന്ന ഒരു സംഘം ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ അള്ളാഹു നൽകിയ കാരുണ്യമാണ്. അല്പബുദ്ധികളായ സഹോദരങ്ങളെ, നിങ്ങൾ അസൂയപ്പെടുകയോ തടയാൻ ശ്രമിക്കുകയോ ചെയ്താൽ സാധ്യമാകില്ല. കാരണം എന്ന് ആവർത്തിച്ചു പറയുന്നവരാകുന്നു മുജാഹിദുകൾ. തടയാൻ കഴിയുന്നവൻ റബ്ബ് മാത്രമാണ്, നൽകാൻ സാധിക്കുന്നവനും റബ്ബ് മാത്രമാണ്. ആ റബ്ബിൽ വിശ്വാസമർപ്പിച്ച ജനലക്ഷങ്ങളാണ് ഉറക്കമിളച്ച് കൊതുകുകളുടെ കടി സഹിച്ചുകൊണ്ട്, ത്യാഗം സഹിച്ചുകൊണ്ട് സാൽവേഷന്റെ നഗരിയിൽ ഉച്ചവെയിൽ വകവെക്കാതെ, ഉറക്കച്ചടവ് വകവെക്കാതെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഭൗതികമായ താല്പര്യം മുന്നിൽ വെച്ചല്ല, അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്. അതുകൊണ്ട് ഈ സുന്ദരമായ, ഈ മഹത്തരമായ ദൗത്യത്തെ തിരിച്ചറിയുന്ന മുഴുവൻ സഹോദരങ്ങളോടും ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിത്തീരണം. നിങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയല്ല, നിങ്ങളുടെ മുമ്പിൽ സലാത്ത് നഗറിലേതുപോലെ ബക്കറ്റുകളും കൗണ്ടറുകളും വെച്ചുകൊണ്ട് നിങ്ങളെ പോക്കറ്റ് അടിക്കാനല്ല, നിങ്ങളെ വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങളുടെ കയ്യിൽ കൊടികൾ തന്നുകൊണ്ട് റോഡ് മുടക്കി വിപ്ലവത്തിന്റെ മുദ്രാവാക്യം വിളിപ്പിക്കാൻ വേണ്ടിയല്ല, പ്ലാച്ചിമടയിലെ വെള്ളത്തിനും എക്സ്പ്രസ് ഹൈവേക്കും വേണ്ടി ഈ സമൂഹത്തിലെ നീറുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ നടക്കുമ്പോഴും യുവാക്കളുടെ കർമ്മശേഷിയെ അത്തരം കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുന്ന പ്രവർത്തനത്തിന് വേണ്ടിയല്ല, മറിച്ച് നമുക്ക് മഹത്തായ ഒരു ദൗത്യമുണ്ട്, ഉത്തമമായൊരു ദൗത്യമുണ്ട്. മനുഷ്യന്റെ ഏറ്റവും വലിയ നന്ദികേട് സൃഷ്ടാവിനോടുള്ള നന്ദികേടാണ്. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ തന്റെ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് പേന കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുമ്പോൾ താങ്ക്സ് എന്ന് പറയാൻ മടി കാണിക്കാത്ത മനുഷ്യൻ, അയൽക്കാരന്റെ പക്കൽ നിന്ന് വസ്തു കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുമ്പോൾ നന്ദി എന്ന് പറയാൻ മടി കാണിക്കാത്ത മനുഷ്യൻ, ബില്ലില്ലാതെ വായു നൽകിയ, വെള്ളം നൽകിയ, കാരുണ്യം ചൊരിയുന്ന പടച്ച തമ്പുരാൻ, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കണം എന്ന റബ്ബ് പറയുമ്പോൾ അവന് പ്രാർത്ഥനയർപ്പിക്കാതെ, അവൻ ആരാധന അർപ്പിക്കാതെ ജാറങ്ങളിൽ മനുഷ്യാത്മാക്കളുടെ മുമ്പിൽ, പുണ്യപുരുഷന്മാരുടെ മുമ്പിൽ, പുണ്യ കേന്ദ്രങ്ങൾക്ക് മുമ്പിൽ ചെന്ന് പ്രാർത്ഥനയും ആരാധനയും നിർവഹിക്കുന്ന ഒരു ജനതയെ തടയാനുള്ള പ്രവർത്തനത്തിലേക്കാണ് ISM നിങ്ങളെ വിളിക്കുന്നത്. ഈ സമൂഹത്തിൽ നടക്കുന്ന സ്ത്രീധനത്തിനെതിരായുള്ള പോരാട്ടത്തിലേക്കാണ് ISM നിങ്ങളെ വിളിക്കുന്നത്. ഈ സമൂഹത്തിൽ നടക്കുന്ന വർഗീയതക്കും തീവ്രവാദത്തിനും എതിരായ പോരാട്ടത്തിലേക്കാണ് ISM നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇവിടെ മഹത്തരമായി ദൗത്യവുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ പലപ്പോഴും വിമർശനങ്ങൾ ഞങ്ങൾക്ക് കേൾക്കേണ്ടി വരാറുണ്ട്. എന്ത് വിമർശനങ്ങൾ?
ഈ പുരോഗമിച്ച കാലഘട്ടത്തിലും സമൂഹത്തിലെ നീറുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടും അതിനെതിരെ ഒരക്ഷരം മിണ്ടാതെ ശ്മശാന വിപ്ലവം നടത്തുന്ന ആളുകളാണ് മുജാഹിദുകൾ എന്ന് ആർക്കാണത് നെഞ്ചൂക്കോടുകൂടി പറയാൻ സാധിക്കുക? സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ മക്കളെ സംരക്ഷിക്കാൻ അനാഥാലയം പണിത മുജാഹിദ് പ്രസ്ഥാനം ഇന്നും ആ സേവന പ്രവർത്തനം നിർത്തിയിട്ടില്ല. ISMന്റെ കീഴിൽ ഓരോ വർഷവും വിദേശ ഇസ്ലാഹി സെന്ററുകളുടെ സഹായത്തോടെ വീടില്ലാത്തവർക്ക് വീട് നൽകാൻ, തൊഴിലില്ലാത്തവർക്ക് തൊഴിലുപകരണങ്ങൾ നൽകാനുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഇതാരുടെയും മുമ്പിൽ എടുത്തു പറഞ്ഞുകൊണ്ട് പെരുമ നടിക്കാൻ ശ്രമിക്കാറില്ല. ഈ മഹത്തായ ISM എന്ന പ്രസ്ഥാനത്തിന് കീഴിൽ മഹാനായ റസൂലുള്ളയെ അപമാനിക്കാനുള്ള ശ്രമമുണ്ടായ സന്ദർഭത്തിൽ നമുക്കറിയാം, ലോകത്ത് അത് ആ നിലക്കുള്ള നീചമായ ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥമായ സന്ദേശത്തെ പരിചയപ്പെടുത്താനുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് വരാൻ ISM മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇസ്ലാം ഇരുട്ടാണ് എന്ന് വ്യാഖ്യാനിച്ച, ഇസ്ലാം സങ്കുചിതമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ഒരു സമൂഹത്തിന്റെ മുഖത്ത് നോക്കി ഇസ്ലാം വെളിച്ചമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ISM എന്ന യുവജന പ്രസ്ഥാനമാണ് ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. ഈ അതിമഹത്തായ സമർപ്പണം സൽവേഷനിലേക്ക്, നിസ്വാർത്ഥമായ നിഷ്കളങ്കമായ പടച്ച തമ്പുരാന്റെ മുമ്പിലുള്ള ജീവിത സമർപ്പണത്തിലേക്ക് ഈ ശബ്ദം കേൾക്കുന്ന, ഈ ആദർശം തിരിച്ചറിഞ്ഞ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഭൗതികതയുടെ താല്പര്യങ്ങളില്ലാതെ പടച്ച തമ്പുരാന്റെ സ്വർഗം ആ ഒരു കാര്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് യുവത്വം എന്ന ജീവിതത്തിലെ അനുഭവത്തിന്റെ വസന്ത കാലഘട്ടം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കിടയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടനുഗ്രഹത്തിന്റെ കാര്യത്തിൽ ബഹുഭൂരിഭാഗം ആളുകളും വഞ്ചിതരാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ആരോഗ്യവും, രണ്ടാമത്തേത് ഒഴിവ് സമയവുമാണ്. ജീവിതത്തിലെ വസന്തകാലം, നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടുന്ന ജീവിതത്തിലെ വസന്തകാലം, ചവോക്ക് മരങ്ങൾക്ക് താഴെയും സിനിമാ തിയേറ്ററുകളിലും ഓവുചാലുകൾക്ക് മുകളിലുമൊക്കെ ഇരുന്നു കൊണ്ട് സൊറ പറഞ്ഞ് മദ്യപാനം നടത്തി രാത്രിയുടെ അന്ത്യയാമങ്ങൾ പോലും വീടുകളിൽ പോകാതെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആധുനിക യുവസമൂഹം, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചുകൊണ്ട് നാട് കുട്ടിച്ചോറാക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ കുറിച്ച് ഗൂഢമായി ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന യുവസമൂഹം, മനസ്സും ആത്മാവുമൊക്കെ സ്വീകരണ റൂമിലെ വിഡ്ഢിപ്പെട്ടിക്ക് മുമ്പിൽ പണയപ്പെടുത്തിക്കൊണ്ട് അവിടെ കാണുന്ന ദൃശ്യത്തിലും അതിലൂടെ ലഭിക്കുന്ന സന്ദേശത്തിലും ജീവിതത്തെ സമർപ്പിച്ച് എന്ത് ചിന്തിക്കണമെന്ന് ആ പെട്ടി പറയുന്നത് സ്വീകരിച്ച്, ഏത് വിശ്വാസം ഉൾക്കൊള്ളണമെന്ന് അവർ പറയുന്നത് സ്വീകരിച്ച് നഷ്ടപ്പെടുന്ന ആധുനിക യുവത്വം. ഈ യുവത്വത്തിന് മുമ്പിലാണ് ISM സമർപ്പിക്കുന്നത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അജ്ഞതയുടെ അന്ധകാരത്തിൽ ജീവിച്ച, മദ്യത്തിനടിമപ്പെട്ട, വ്യഭിചാരത്തിനടിമപ്പെട്ട, സ്വജനപക്ഷപാതത്തിനടിമപ്പെട്ട, കലാപങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന, പരസ്പരം പൊരുതിക്കൊണ്ടിരുന്ന, രക്തം ചിന്തിയിരുന്ന ഒരു ജനതയെ ഐക്യപ്പെടുത്തിയ, സ്നേഹത്തിന്റെ പാശത്തിൽ കോർത്തിണക്കിയ, സമ്പന്നനെയും ദരിദ്രനെയും തോളോട് തോളു ചേർന്നുരുമ്മിക്കൊണ്ട് നമസ്കരിക്കുന്ന സമത്വത്തിന്റെ കേന്ദ്രത്തിലേക്ക് നയിച്ച മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം. ഇതിന് പകരം വെക്കാൻ ലോകത്തൊന്നുമില്ല. നമ്മൾ കേൾക്കുന്നു ഈ പള്ളിയിൽ നിന്നുള്ള ബാങ്കൊലി, അവിടേക്ക് പ്രവഹിക്കുന്നു ജനലക്ഷങ്ങൾ. അവിടെ ചെന്നുകൊണ്ട് 5 അടി പൊക്കമുള്ള മനുഷ്യൻ 3 അടിയോളമായി ചുരുങ്ങുന്നു. ആരുടെ മുമ്പിൽ? സൃഷ്ടിച്ച നാഥന്റെ മുമ്പിൽ. അല്ലാഹു അക്ബർ. എനിക്കെന്റെ സമ്പത്തിനേക്കാൾ, എന്റെ കുടുംബത്തെക്കാൾ, എന്റെ ജീവിതത്തെക്കാൾ, എന്റെ സകല ഞാൻ ഒരുമിച്ച് കൂട്ടിയ മുഴുവനേക്കാളും വലുത് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ കോടീശ്വരൻ അതിലുണ്ടായിത്തീരും. അയാൾക്ക് കീഴിൽ പണിയെടുക്കുന്ന 100-150 രൂപക്ക് പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളിയും ആ അണിയായുള്ള നമസ്കാരത്തിലുണ്ടാകും. ചേർന്നാണ് നിൽക്കുന്നത്, ഒന്നിച്ചാണ് കുനിയുന്നത്, ഒന്നിച്ചാണ് കുമ്പിടുന്നത്, ഒന്നിച്ചാണ് ഉയരുന്നത്. പരസ്പരം തൊട്ടു നിൽക്കണമെന്നാണ് മഹാനായ പ്രവാചകന്റെ നിർദ്ദേശം. ഈ ഐക്യം, ഈ സമത്വം ലോകത്തെ പഠിപ്പിക്കാൻ, ലോകത്തിനു മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ ആർക്ക് സാധ്യമായി തീരും? അറബിയെയും അനറബിയെയും, ഇന്ത്യക്കാരനെയും ഇന്തോനേഷ്യക്കാരനെയും മലയാളിയെയും തമിഴിനെയും ഐക്യപ്പെടുത്തുന്ന, ലോക മനുഷ്യനെ ഐക്യപ്പെടുത്തുന്ന സൃഷ്ടാവ് ഒന്നാണ് എന്ന വിശ്വാസം, ആ സൃഷ്ടാവിന്റെ മുമ്പിൽ സൃഷ്ടികൾ ഒരേപോലെയാണ് എന്ന വിശ്വാസം. ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ. ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നുമാണ് സകല മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടത്. പരസ്പരം ഒരു അഡ്രസ്സിന് എന്ന നിലക്ക് മാത്രമാണ് ഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കി തിരിച്ചത് എന്ന ലോക സൃഷ്ടാവിന്റെ വചനം.
മനുഷ്യന്റെ മഹത്വത്തിന്റെ മാനദണ്ഡം ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന, നെഞ്ചോടെറ്റിയിരിക്കുന്ന തഖ്വ, സൂക്ഷ്മത ബോധം, ദൈവഭയം, അത് മാത്രമാണ് നിങ്ങളെ വ്യത്യസ്തരാക്കുന്നത് എന്ന 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഖുർആനിന്റെ നിർദ്ദേശം. ആ സുന്ദരമായ സന്ദേശത്തിലേക്കാണ് ISM ഈ രാജ്യത്തെ യുവാക്കളെ ക്ഷണിക്കുന്നത്. നമുക്കൊന്നായി മുന്നോട്ട് നീങ്ങാം. ആ നാഥൻ അധികരിക്കുന്ന, ആ നാഥൻ പഠിപ്പിച്ച സുന്ദര സന്ദേശം, ഇസ്ലാമിക സന്ദേശം വിറ്റ് കാശാക്കുന്നവർക്കെതിരെ, ആ സുന്ദര സന്ദേശത്തിന് വിരുദ്ധമായി പാവപ്പെട്ടവന്റെ പോക്കറ്റ് അടിക്കുന്ന മനുഷ്യ ദൈവങ്ങൾക്ക്, സിദ്ധന്മാർക്ക്, പുരോഹിതന്മാർക്കെതിരെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഈ രാജ്യത്തെ യുവാക്കളുടെ ഊർജവും രക്തവും ആർജവത്വവും വലിച്ചു കുടിക്കുന്ന, ഊറ്റി കുടിക്കുന്ന, ഇരുട്ടിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന മദ്യമാഫിയകൾക്കെതിരെ, സമൂഹത്തിലെ തിന്മയുടെ വക്താക്കൾക്കെതിരെ നമുക്കൊന്നിച്ചു മുന്നോട്ട് നീങ്ങാം. അങ്ങനെ ജീവിതത്തെ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് സാൽവേഷൻ, മോക്ഷം, യഥാർത്ഥമായ മോചനം, നരകത്തിൽ നിന്നുള്ള മോചനം, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്നുള്ള രക്ഷ നേടിയെടുത്ത വിജയികളിൽ നമുക്കുൾപ്പെടാം. ഈ നിസ്വാർത്ഥമായ, ഈ ത്യാഗപൂർണമായ, ഈ സമർപ്പണത്തിന്റെ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ സാൽവേഷന്റെ ദൗത്യ നിർവ്വഹണത്തിൽ കണ്ണികളായി ചേരാൻ മുഴുവൻ സഹോദരങ്ങളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. കാരുണ്യവാനായ ജഗന്നിയന്താവായ പടച്ച തമ്പുരാൻ സത്യം സത്യമായി ഉൾക്കൊള്ളാൻ, ആ സത്യം ജീവിതത്തിൽ പകർത്താൻ, അത് മുറുകെ പിടിച്ചുകൊണ്ട് മരണം വരിക്കാൻ, അവസാനം സ്വർഗീയാരാമത്തിൽ ഉന്നതമായ സ്ഥാനം നേടിയെടുക്കാൻ നമുക്കേവർക്കും കാരുണ്യം നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.